തെലങ്കാന മദർ തെരേസ സ്കൂൾ ആക്രമണം, പ്രതികളെ വിട്ടയച്ചു, സ്കൂൾ അധികൃതർക്കെതിരെ കേസ്. തെലങ്കാനയിലെ ലക്സിട്ടിപ്പട്ടിൽ വൈദികർ നടത്തുന്ന മദർ തെരേസ ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂൾ തീവ്ര ഹിന്ദുത്വ സംഘടനയായ ഹനുമാൻ സേന പ്രവർത്തകർ അടിച്ചു തകർത്ത സംഭവത്തിന് പിന്നാലെ സ്കൂൾ മാനേജ്മെന്റിനെതിരെ കേസെടുത്ത് പോലീസ്. മതവികാരം വ്രണപ്പെടുത്തിയെന്നാരോപിച്ച് ചില രക്ഷിതാക്കൾ നൽകിയ പരാതിയിലാണ് സ്കൂൾ അധികൃതർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ഇതിനിടെ സ്കൂൾ മാനേജ്മെന്റിന്റെ പരാതിയിൽ അക്രമികൾക്കെതിരെ ദണ്ഡപ്പള്ളി പോലീസ് FIR രജിസ്റ്റർ ചെയ്ത് കേസെടുത്തെങ്കിലും ഇവരെ ജാമ്യത്തിൽ വിട്ടയച്ചുവെന്നാണ് പുറത്തുവരുന്ന വിവരം. അക്രമാസക്തമായ ആക്രമണവുമായി ബന്ധപ്പെട്ട് 12 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തെന്നും എന്നാൽ ചെറിയ ചെറിയ കുറ്റങ്ങൾ ചുമത്തി അവരെ ഉടൻ തന്നെ വിട്ടയച്ചുവെന്നും സ്കൂൾ അധികൃതരെ ഉദ്ധരിച്ച് UCA ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഭാവി നടപടികളെക്കുറിച്ച് തീരുമാനിക്കാൻ നിയമവിദഗ്ധരുമായി കൂടിയാലോചന നടത്തി വരികയാണെന്നും സ്കൂൾ നേതൃത്വം വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം സ്കൂൾ അധികൃതർക്കെതിരെ 153A, 295A എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. സ്കൂളിൽ അതിക്രമിച്ചു കയറിയ അക്രമികൾ സ്കൂൾ മാനേജരെ ആക്രമിക്കുകയും ക്ലാസ് മുറിയിലെ ജനാലകൾ ഉൾപ്പെടെ അടിച്ചു തകർക്കുകയും ചെയ്തു. മദർ തെരേസയുടെ രൂപവും പ്രവേശന കവാടവും ഉൾപ്പെടെ അക്രമികൾ തകർത്തു. ഈ വകയിൽ 30,000 രൂപയുടെ നഷ്ടമുണ്ടായതായും അധികൃതർ നൽകിയ പരാതിയിൽ പറയുന്നു. സ്കൂൾ യൂണിഫോമിന് പകരം ഹനുമാൻ ദീക്ഷ സ്വീകരിക്കുന്നവർ മാത്രം ധരിക്കുന്ന വസ്ത്രം വരിച്ചു വന്നതിന് വിദ്യാർത്ഥികളെ സ്കൂളിൽ പ്രവേശിക്കാൻ അധികൃതർ തയ്യാറായില്ലെന്നാണ് മാതാപിതാക്കളുടെ പരാതി. എന്നാൽ സ്കൂൾ യൂണിഫോം ധരിക്കാത്തതിന്റെ കാരണം ചോദിക്കുക മാത്രമാണ് സ്കൂൾ അധികൃതർ ചെയ്തത്. ഹനുമാൻ ദീക്ഷ സ്വീകരിക്കുന്നവർ ധരിക്കുന്ന വസ്ത്രം മാറ്റിവരണമെന്ന് വിദ്യാർത്ഥികളോട് പറഞ്ഞിട്ടില്ലെന്നും സ്കൂൾ അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച 100 കണക്കിന് ഹനുമാൻ സേന പ്രവർത്തകർ അടങ്ങുന്ന സംഘമാണ് സ്കൂളിന് നേരെ അക്രമം അഴിച്ചുവിട്ടത്. ഇതിനിടെ തെലങ്കാനയിലെ എക്യൂമെനിക്കൽ ബോഡി ഫെഡറേഷൻ ഓഫ് ചർച്ച് അക്രമത്തെ അപലപിച്ചു. ആസൂത്രണം ചെയ്ത ആക്രമണമാണ് നടന്നതെന്ന് തെലങ്കാന, ആന്ധ്രാപ്രദേശ് എന്നിവയുടെ അധികാര പരിധിയിലുള്ള റീജിയണൽ തെലുങ്ക് കാത്തലിക് ബിഷപ്സ് കൗൺസിലിന്റെ ഡെപ്യൂട്ടി സെക്രട്ടറി ഫാദർ അലോഷ്യസ് എഫ്രേം രാജു അലക്സ് പറഞ്ഞു. രാജ്യത്തെ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾ നടത്തുന്ന സ്ഥാപനങ്ങൾക്ക് നേരെ തീവ്ര ഹിന്ദുത്വ സംഘടനകൾ നടത്തുന്ന സംഘടിത അക്രമങ്ങളുടെ ഒടുവിലത്തെ ഉദാഹരണമാണ് മദർ തെരേസ സ്കൂളിന് നേരെയുണ്ടായ ആക്രമണം.